Hi everyone, welcome back to my YouTube channel. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ആൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് പുള്ളി ഒരുപാട് നാളായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ നോക്കി വെച്ചൊരു സാധനമാണ്. ഇതാണ് ആക്ച്വലി ബാറ്റ്മാൻ്റെ പോലീസ് ബ്രാൻഡിൻ്റെ ബാറ്റ്മാൻ സീരീസിൽ വരുന്ന വാച്ചാണ് കേട്ടോ. ഇത് ആക്ച്വലി ലിമിറ്റഡ് എഡിഷൻ ആണ്. എനിക്കും അത്ര ഇഷ്ടമായിട്ട് വാങ്ങി കൊടുക്കണമെന്ന് ഞാനും ഒരുപാട് ആഗ്രഹിച്ചൊരു വാച്ചാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഹസ്ബൻഡിനോ ബ്രദറിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓഫ് വൈറ്റ് ബ്രാൻഡിൻ്റെ ഒരു ഗ്ലാസ് ആണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ പുള്ളി ഒത്തിരി നാളായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് നോക്കി വെച്ചൊരു സാധനമാണ്. ഈ ഓഫ് വൈറ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നിവിൻ പോളിയും അതുപോലെ ഫഹദ് ഫാസിലൊക്കെ യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ്. കാരണം ഇവരുടെ കയ്യിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രീക്ക് മോഡൽസൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഗ്ലാസ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വരുന്നത്. ഇത് ആക്ച്വലി നമുക്ക് നല്ല ഫ്രീക്ക് ഡ്രസ്സിൻ്റെ കൂടെയാണെങ്കിലും ഫോർമൽസിൻ്റെ കൂടെയാണെങ്കിലും കാഷ്വൽസിൻ്റെ കൂടെയാണെങ്കിലൊക്കെ പെയർ ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഇത് ഞാൻ എടുക്കാൻ പോയ സമയത്ത് എൻ്റെ കണ്ണിൽ പെട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എനിക്ക് വേണ്ടി എടുത്തതാണ്. കാണുന്നവർ ഇത് എന്ത് ഷോയാണെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മളൊരു വെറൈറ്റി ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകളോ അല്ലെങ്കിൽ ഒരു ഫുൾ ബ്ലാക്കിലൊക്കെ ഇടുന്ന സമയത്ത് ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ്. ഇതും ഏകദേശം സെയിം മോഡൽ തന്നെയാണ്. ഇതും ഓഫ് വൈറ്റ് ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഓക്കെ, ഈ ഡ്രസ്സിന് സ്യൂട്ടാവാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ നോർമലി ഇത് ഫസ്റ്റ് ഇട്ടത് ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഗൗണിൻ്റെ ഒപ്പമായിരുന്നു. ഗൗൺ എന്ന് പറഞ്ഞാൽ കാഷ്വൽ ആയിട്ടുള്ള ഗൗണായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് നല്ല സ്യൂട്ടബിളായിട്ട് തോന്നി. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂടെ എത്രത്തോളം മാച്ചിങ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് നമുക്കൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർമൽസിൻ്റെ കൂടെയും സ്യൂട്ടബിൾ ആവട്ടെ, ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം എന്ന് തോന്നുമ്പോൾ ഇടാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ്. ആക്ച്വലി ഇത് റെയ്ബാൻ്റെ ആണ്. ഇത് കുട്ടികൾക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് അവർ ചെയ്തു തരുന്നതാണ്. അതായത് സൈസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് അവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ആക്ച്വലി ഊതുമേത്തയിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്, ഒപ്റ്റിക്കൽസിൽ നിന്നാണ് ഇതെല്ലാം എടുത്തിട്ടുള്ളത്. ഷോപ്പിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പ് തന്നെയായിരുന്നു. അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇത്രയും ഗിഫ്റ്റ്സാണ് നമ്മൾ സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത്. ഇനി കൊടുക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോകുന്നതിൻ്റെയും വീഡിയോസൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അത് ബാക്കി വീഡിയോ ആയിട്ട് ചെയ്യാം. ഈവനിങ് ഒരു 7 ആയപ്പോൾ നമ്മളെല്ലാവരും പുറത്ത് പോകാനായിട്ട് ഇറങ്ങിട്ടോ. നമ്മൾ സോഫീറ്റൽ ടവറിൽ ഡൗൺ ടൗണിലുള്ള വില്ലമോറ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നത്. ഇവിടുത്തെ ആ ഒരു തീമും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഞാൻ വന്നത് കേട്ടോ. നമ്മൾ ആക്ച്വലി ഇവരുടെ വീഡിയോ ആദ്യം കാണുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. പിന്നെ ഞാൻ ഗൂഗിൾ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് നമ്മളത് സെലക്ട് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു മൊജിറ്റോ ഓർഡർ ചെയ്തു. പിന്നെ മദേഴ്സ് ഡേയുടെ അന്നാണ് കേട്ടോ നമ്മൾ വന്നത്. അതുകൊണ്ട് നമുക്കൊരു ഇറ്റാലിയൻ ടീ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഓർഡർ ചെയ്ത ബോട്ടാണ്. ഇത് ആക്ച്വലി ഒരു 2 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു ബോട്ട് വരുന്നത്. 149 ആണ് കേട്ടോ എൻ്റെ പ്രൈസ്. ആൻഡ് ഞാനൊരു ഓയിസ്റ്റർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളെ വിചാരിക്കണം ഒരു ഓയിസ്റ്റർ ഡ്രൈ ചെയ്യണമെന്നുള്ളത്. ഇതിന് ആക്ച്വലി 29 ദിർഹംസ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത്. ഞാൻ ആദ്യം വിത്തൗട്ട് ഡ്രസ്സിങ്ങിലാണ് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിന് ഓൾറെഡി ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അതൊരു ടേസ്റ്റും സ്മെല്ലൊന്നും ചിലപ്പോൾ നമുക്ക് പറ്റിയില്ലെങ്കിലും വെച്ചിട്ട് ഞാനൊരു തായ് ഡ്രസ്സിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നാണല്ലോ. പുള്ളിക്കാരന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് ആക്ച്വലി ആ ഷെല്ലിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ നൈഫ് വെച്ചിട്ട് ഡിറ്റാച്ച് ചെയ്തിട്ടാണ് ഞാനെടുത്ത് കഴിക്കുന്നത്. പിന്നെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ആ ഒരു ഫിഷിൻ്റെയും കടലിൻ്റെയൊക്കെ ഒരു പച്ച മണവും പച്ചക്കുത്തൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ എങ്ങനെയോ വായിലേക്ക് ഇട്ടിട്ട് കടിച്ച് ചവച്ച് വിഴുങ്ങി, എന്നിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറാനായിട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചപ്പോഴാണ് ഒരു ഇത് കിട്ടിയത്. കാരണം നമ്മളിങ്ങനെ കടിക്കും തോറും അതിൻ്റെ ഒരു പച്ചക്കുത്ത്, ആ ഒരു പച്ച ടേസ്റ്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയോ 1 2 3 ചവച്ചിട്ട് അങ്ങോട്ട് ഇറക്കുകയാണ് ചെയ്തത്. പിന്നെ ആ പച്ചക്കുത്ത് വായിൽ നന്നായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വേഗം ഒരു ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചു. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത ഈ ബോട്ട് അവർ ഇങ്ങനെ ഫയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഇത് ആക്ച്വലി നല്ലതായിരുന്നു കേട്ടോ, കാണാനും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, ഒരു വൈബായിരുന്നു. പിന്നെ ഇതിന് 149 dirhams ആണ് കേട്ടോ വരുന്നത്. ഇതന്നെ കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വരുന്ന 200 dirhamsൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ മെമ്പേഴ്സ് ഉള്ളവർക്ക് അത് ഓർഡർ ചെയ്യാം. പിന്നെ ഞാൻ ആക്ച്വലി പുള്ളീൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കേക്കും ക്യാൻഡിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി നല്ലതായിരുന്നു കേട്ടോ, ഭയങ്കര വൈബായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതാ അവരുടെ ഓൾ ടീം വന്നിട്ട് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തിട്ട് അവർ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏട്ടനെയും വിളിച്ചെണിപ്പിച്ച് ഡാൻസൊക്കെ കളിപ്പിച്ചു. പുള്ളിയും ഹാപ്പി. അപ്പോൾ ഈ ബർത്ത്ഡേ സക്സസ്ഫുള്ളായെന്ന് പറയാം. കാരണം ബർത്ത്ഡേ ഉള്ള ആൾ ഹാപ്പി ആകുമ്പോഴാണല്ലോ അത് സക്സസ്ഫുൾ ആവുന്നത്. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് നമ്മൾ കട്ട് ചെയ്ത് നമ്മളെല്ലാവരും കഴിച്ചു. പിന്നെ മദേഴ്സ് ഡേ ആയതുകൊണ്ട് അവർ ഇങ്ങനെ ഒരു ചെറിയൊരു ബൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫെറോറോ റോച്ചറും ആണ് ഉണ്ടായിരുന്നത്. അത് എനിക്ക് തന്നുകൊണ്ട് ഒരെണ്ണം എക്സ്ട്രാ മോനും കൂടിയായിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.